കഴിഞ്ഞ 10 കൊല്ലത്തിലെ ഏറ്റവും സ്കെയറിച്ച സിനിമ ഇതാണ് എന്നാണ് പലരും പറയുന്നത്. എനിക്ക് പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായമില്ല. എങ്കിൽ പോലും ഇതൊരു ഗംഭീര സിനിമയായിരുന്നു. ഞാൻ അടുത്തൊന്നും ഇതുപോലൊരു കൈൻഡ് ഓഫ് സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഓസ്ഗുഡ് പെർക്കിൻസിന്റെ ഏറ്റവും പുതിയ ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ലോങ് ലെഗ്സ്. മെല്ലെയാണ് പോകുന്നതെങ്കിൽ പോലും ഒരു നിമിഷം പോലും നമ്മളെ ബോറടിക്കാതെ തുടക്കം തൊട്ട് അവസാനം വരെ കൊണ്ടുപോകുന്നുണ്ട്. ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, എന്നെ സൂക്ഷിച്ച് നോക്ക്, കൂടുതൽ ശ്രദ്ധിച്ച് നോക്ക് എന്ന് നമ്മളോട് പറയുന്ന രീതിയിലാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം നോക്കുന്ന സമയത്തും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും പറ്റും. ഏതാണ്ട് 3-4 വട്ടം ഞാൻ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു ഇതിനോടകം തന്നെ. ആ ഓരോ പ്രാവശ്യം കാണുമ്പോഴും എനിക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഡീറ്റെയിലിങ്ങും ലെയറിങ്ങും ഈ ഒരു സിനിമയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നറേഷൻ കേട്ട ശേഷം അതിനുശേഷം നമുക്ക് എൻഡിങ് എക്സ്പ്ലനേഷൻ ഡീറ്റെയിലിംഗിന്റെ കാര്യം എല്ലാം കിടക്കാം. സോ ദിസ് ഇസ് സിനിമ സ്റ്റൈലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ലോങ് ലെഗ്സ്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഏതൊരു വ്യക്തി ഒരു കാർ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു POV ഷോട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാറും പോയി മെല്ലെ ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുന്നു. 70s 80s കാലഘട്ടത്തിലെ അമേരിക്കയിലെ ഒരു ചെറിയൊരു ടൗണിലെ ഒരു ഏകപ്പെട്ട വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഈ ഒരു കാർ വന്ന് നിൽക്കുന്ന കാര്യം വീടിനുള്ളിലുള്ള ഒരു ചെറിയൊരു പെൺകുട്ടി കാണാണ്. കുട്ടിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഒരു സമയത്ത് കാർ ഓടിച്ച് ഇവളുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതെന്ന്. അപ്പോൾ എന്താണെങ്കിലും പോയി നോക്കാന്ന് ഓർത്തിട്ട് ഇവൾ ഡ്രസ്സൊക്കെ മാറി ഒരു ചെറിയൊരു പോളറോയിഡ് ക്യാമറ എല്ലാം പിടിച്ച് അവൾ വെളിയിലോട്ട് പോവുക. പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു കാർ എവിടെയാണോ കണ്ടത് അവിടെ തന്നെ നിൽക്കുക, അനങ്ങിയിട്ടില്ല. അടുത്തോട്ട് പോകാനായിട്ട് ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് പോകണോ വേണ്ടയോ എന്നിങ്ങനെ സംശയിച്ചിങ്ങനെ നിൽക്കുമ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ ആ ഒരു വീടിൻ്റെ ബാക്കിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ട് അവൾ ചെന്ന് നോക്കുക. അവിടെ കുട്ടി നോക്കുന്ന സമയത്ത് ആരെയും കാണാനില്ല. അപ്പം ഉണ്ടോ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര വികൃതമായിട്ടുള്ള രൂപമുള്ള ഒരു വ്യക്തി വന്നിട്ട് ഇവളെ അങ്ങ് പേടിപ്പിക്കുക. എന്നിട്ട് അയാളാണെങ്കിൽ ദാ വന്നല്ലോ, എൻ്റെ ഓൾമോസ്റ്റ് ബർത്ത്ഡേ ഗേൾ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിക്കുന്നു. അതും ഭയങ്കര ക്രീപ്പി ആൻഡ് വിയേർഡ് ആയിട്ട്. പറഞ്ഞതും ബർത്ത്ഡേ ഗേൾ എന്നല്ല, ഓൾമോസ്റ്റ് ബർത്ത്ഡേ ഗേൾ എന്നാണ് പറഞ്ഞത്. അതായത് ഈ കുട്ടിയുടെ ബർത്ത്ഡേ കുറച്ച് നാൾ കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇയാൾ വന്നപ്പോൾ ഇയാൾ ഓൾമോസ്റ്റ് ബർത്ത്ഡേ ഗേൾ എന്ന് ഈ കുട്ടിയെ വിളിക്കുന്നു. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരാണെങ്കിലും ചെറിയ കുട്ടിയല്ല പെട്ടെന്ന് പേടിച്ചു പോകും. പക്ഷെ നമ്മുടെ അവളെ വലിയ കുലുക്കൊന്നുമില്ല. ആളെ കൂളായിട്ട് പറ കേൾക്കട്ടെ എന്നൊരു മട്ടിൽ അവൾ നിൽക്കുന്നത്. ശേഷം അയാൾ പക്ഷെ ഞാനിന്ന് അറിയാതെ എൻ്റെ ലോങ് ലെഗ്സ് ഇട്ടിട്ടാണ് വന്നത്. ബട്ട് what happens if ഇത് താണ്ട ടൈറ്റിൽ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനമാണത്. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും കിഡിലായിട്ടുള്ളൊരു ഓപ്പണിംഗ് ഷോട്ട് ഞാൻ കണ്ടേക്കുന്നത്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഒരു 15-16 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അവിടെ FBI ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഇവരെ അരയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ കില്ലിങ്ങിന്റെ കേസിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അവരിലെ വൺ ഓഫ് ദ FBI ഏജന്റാണ് നമ്മുടെ നായികയായിട്ടുള്ള ലീ ഹാർക്കർ. ഇതേ കുട്ടിയാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കുട്ടി തന്നെ ഇപ്പോൾ വളർന്ന് വലുതായി ഇങ്ങനെ ഒരു ഏജന്റായിട്ട് മാറിയേക്കാണ്. പക്ഷെ അവളെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അവൾ ഈ ഒരുമാതിരി കൈൻഡ് ഓഫ് സോൺ ഔട്ട് ആയിരിക്കുവാണ്. അവൾ ഇപ്പോഴും നല്ല ഓൾമോസ്റ്റ് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവളുടെ ഫേസ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും, ഗ്ലൂമി ആയിട്ട്, ലൈക്ക് പ്രത്യേകിച്ച് എമോഷൻ ഒന്നും കൺവേ ആവാതെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു ഓട്ടിസ്റ്റിക് ക്യാരക്ടർ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അധികമായിട്ട് സംസാരിക്കത്തില്ല. സംസാരിക്കുകയാണെങ്കിൽ പോലും അളന്നും പെറുക്കിയിട്ടൊക്കെ അവൾ സംസാരിക്കത്തുള്ളൂ. സോ ഇവരുടെ ആ ഒരു കേസിലെ ആ ഒരു കില്ലറിനെ അവർ ഐഡന്റിഫൈ ചെയ്തു, എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പെയറായിട്ട് തിരിഞ്ഞിട്ട് ഓരോ വീട്ടിലായിട്ട് ചെന്ന് അന്വേഷിക്കണം എന്ന് പറയുകയാണ്. തുടർന്ന് നായികയും വേറൊരു ഏജന്റും ചേർന്നിട്ട് കില്ലർ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിലൂടെ ചെന്ന് അന്വേഷിക്കുകയാണ്. ഓരോ വീടിന്റെ ഡോറിൽ നിന്ന് നോക്ക് ചെയ്ത് ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതെല്ലാം പാർട്ണറാണ്. ഇവൾ വെടി വെയിറ്റ് ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ അവൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൾക്ക് എന്തൊരു ഫീലിംഗ് വരികയാണ്. നമ്മൾ തേടി വന്ന ആൾ ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഇവളൊരു വീട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഇത് കേട്ട് ഇവളുടെ പാർട്ണർ കൺഫ്യൂസ് ആവുന്നു. ഇവളെന്ത് ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തിട്ട്. അല്ലെങ്കിൽ ഇവൾ പോയിട്ടുമില്ല, അറിയത്തുമില്ല, ചുമ്മാ ഫോട്ടോ മാത്രം കണ്ട ഒരു കില്ലറിനെ ദേ അവിടെ ഉണ്ടെന്ന് പറഞ്ഞൊരു വീട് കാണിച്ചു കൊടുത്താൽ എന്താ പറയാൻ പറ്റുക? എന്നാൽ അയാളെ വല്ല ജനലിലൂടെ കണ്ടിട്ട് പറയുവാണോ? അല്ല, ഇവളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന രീതിയിൽ ഇവൾക്കായിട്ട് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ഹഞ്ചാണത്. ലീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്, ആ രീതിയിൽ തന്നെ ചെയ്യണം. എനിവേ ഇപ്പം നീ പറഞ്ഞല്ലേ, ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് ആ ഒരു വീടിന് അങ്ങോട്ട് ചെല്ലുക. ഇവനും ഭയങ്കര കാഷ്വലായിട്ട് ആ ഒരു വീടിന് അങ്ങോട്ട് ചെന്നിട്ട് ഡോർബെൽ അടിക്കുന്നു. ഉള്ളിൽ നിന്ന് ഡോറും തുറക്കുകയാണ്. തുറന്ന ഉടനെ ഇത്രയും നേരം ഒരു വികാരം ഇല്ലാതെ നിന്നവൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് ഇവളും തോക്ക് എടുത്തിട്ട് നേരെ ആ ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുക. വീടാണെങ്കിലോ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു. താഴെ മൊത്തം നോക്കി ആരും കണ്ടില്ല. നേരെ മോളിൽ നോക്കാമെന്ന് പറഞ്ഞ് ഇവൾ സ്റ്റെയർ കയറി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബെഡ്റൂമിൽ ഇരിക്കുന്നുണ്ട് കില്ലർ. ഇവൾ തോക്കും ചൂണ്ടി ഡോൺ മൂന്ന് പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് അയാൾ നേരെ കാഷ്വലായിട്ട് കൈ പൊക്കി സറണ്ടർ ആവുന്നു. ഇവക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് മുമ്പ് ഒരു ഓഫീസർ ചുമ്മാ ഡോർ വന്ന് നോക്കി ചെയ്തപ്പോൾ ചോദ്യവും പറച്ചിലും ഇല്ലാതെ ഷൂട്ട് ചെയ്ത് കൊന്ന കില്ലറാണ് പേടിച്ച് വരണ്ട് തോക്കും ചൂണ്ടി ഇങ്ങനെ വിറച്ചുകൊണ്ട് വരുന്ന നമ്മുടെ നായക സറണ്ടർ ആവാൻ പറഞ്ഞപ്പോൾ സറണ്ടർ ആയ. ഇതിലേക്ക് എന്തായാലും ഞാൻ അവസാനം വരാം. എനിവേ ഇപ്പൊ ഈ ഒരു കില്ലർ സറണ്ടർ ആയിരിക്കുകയാണ്. ഇവിടെ നടന്ന ആ ഒരു കാര്യമെല്ലാം ഇവൾ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് FBI ഉള്ളവർക്ക് ഭയങ്കരധികം കൺഫ്യൂഷൻ. ഇവൾക്ക് ഈ പറയുന്ന പോലെ വല്ല സൈക്കിക് എബിലിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവളുടെ ആ ഒരു മെമ്മറി കപ്പാസിറ്റി അളക്കാൻ വേണ്ടി കുറച്ച് ടെസ്റ്റ് വെക്കുന്നു. പെട്ടെന്ന് കുറേ സാധനങ്ങളുടെ ഫോട്ടോ കാണിക്കും. ഇവളത് മെമ്മറൈസ് ചെയ്ത് അത് ഓരോന്ന് ഏതൊക്കെയാണെന്ന് തിരിച്ചു പറയണം. ഡിപ്പാർട്ട്മെന്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു മെമ്മറി ടെസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും തന്നെ ഇവൾ ചെയ്തിട്ട് സുലഭമായിട്ട് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവൾ കാഷ്വലായിട്ട് 8 പ്രാവശ്യം അതിനെ അങ്ങ് തോപ്പിക്കുന്നു. കാണിച്ച പിക്ചേഴ്സ് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ട് 8 പ്രാവശ്യമാണ്
ശേഷമാണ് അതിനെ അവൾ ബീറ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റ് ഇടയിൽ തന്നെ ഒരു വലിയൊരു സംസാര വിഷയം ആവുന്നുണ്ട്. അങ്ങനെ ഇവളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഏജന്റ് കാർട്ടർ ഇവളെ പറ്റി അറിയാനിടയാവാണ്. അങ്ങനെ ഏജന്റ് കാർട്ടറും അദ്ദേഹത്തിന്റെ കൊളീഗും ചേർന്ന് ഇവളെ കൂട്ടിയിട്ട് വേറൊരു വീടിന് അങ്ങോട്ട് ചെല്ലോ, വേറൊരു സ്ഥലത്തിലുള്ള അവരുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു കാർ നിർത്തിയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. 2 മാസം മുമ്പ് ആ വീട്ടിലുള്ള 4 പേരും കൊല്ലപ്പെട്ടു. വെൽ ടെക്നിക്കലി 3 കൊലപാതകവും ഒരു സൂയിസൈഡും. കൊലയാളി ആ വീട്ടിലെ അച്ഛനായിരുന്നു. ആള് കത്തി വെച്ച് 61 പ്രാവശ്യമാണ് ഭാര്യയെ കുത്തിയിരിക്കുന്നത്. അതിന് നായക ചോദിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ കാര്യം എന്താണ്, അവർക്ക് എത്ര വൂൺസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. അത് നീ ഫയൽ നോക്കി മനസ്സിലാക്കിയാൽ മതിയെന്ന് കാർട്ടർ. 4 കൊലപാതകമൊന്നും അച്ഛനാണ് കൊലയാളി എന്നും പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഇവള്. അതാണ് ഞങ്ങളുടെയും പ്രശ്നം, ഞങ്ങൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ബോഡിയുടെ അടുത്തായിട്ട് ഒരു ലെറ്റർ കിട്ടിയായിരുന്നു. അതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു തരത്തിലുള്ള ഒരു കോഡ് ആൽഫബറ്റ് ആയിരുന്നത്. ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു ഫാമിലിയിലുള്ള ആരുമായിട്ട് മാച്ച് ആവുന്നില്ല. കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ ഇതിപ്പോൾ 10ാമത്തെ ലെറ്ററാണ്. 10 ലെറ്റേഴ്സ്, 10ലും സെയിം ഹാൻഡ് റൈറ്റിംഗ്, 10 ഫാമിലീസ്, എല്ലാത്തിലും കൊലയാളി എന്ന് പറയുന്നത് ആ വീട്ടിലെ അച്ഛനാണ്. ഈ 10 ലെറ്റേഴ്സും ഒരൊറ്റ പേരിൽ അസൈൻ ചെയ്തേക്കുന്നത്. ലോങ് ലെഗ്സ്. ആരാണ് ഈ ഒരു ലോങ് ലെഗ്? എന്തിനാണ് ഇവൻ ചെയ്യുന്നത്? വീട്ടിലുള്ള ഗ്രഹനാഥനെ കൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിനെ തന്നെ ഇല്ലാതാക്കാൻ ഇവരെന്താണ് ചെയ്യുന്നത്? ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ഒരു 10 ലെറ്റേഴ്സ് കൂട്ടിവെക്കുന്നുണ്ടെന്നല്ലാതെ അതിൽ എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഏജന്റ് കാർട്ടർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ലീയെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും ഫയൽസ് എല്ലാം ഇവൾക്ക് കൈമാറുന്നു. ഇവൾക്ക് ഈ സൈക്കിക് എബിലിറ്റി ഉണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് നമ്മുടെ കാർട്ടറിന്റെ തീരുമാനം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത് അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? ചിലത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ എൻ്റെ തോളത്ത് കൈ തട്ടിയിട്ട് എങ്ങോട്ട് നോക്കണമെന്ന് കാണിച്ചു തരുന്ന പോലെയുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കാർട്ടർ ചോദിക്കുന്നു. ഫ്രീക്വന്റ് ആയിട്ടല്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് സാർ. മേ ബി സൈക്കിക്കിനേക്കാളും ഹൈലി ഇൻറ്റുവേറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ? യെസ് സർ, വേണമെങ്കിൽ അങ്ങനെയും പറയാം. ശരി, ഈ ഒരു കേസ് നോക്കിയിട്ട് നിനക്ക് എന്താ തോന്നുന്നത്, എന്താ നീ കാണുന്നതെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുന്നു. സർ, ഈ കൊല നടന്ന ഒരു ഫാമിലീസിലൊക്കെയുള്ള കോമൺ ഫാക്ടർ എന്താണ്? വല്ലാതൊരു നല്ല ചോദ്യമാണ്. എല്ലാ ഫാമിലീസിലും 14-ാം തീയതി ബർത്ത്ഡേ ഉള്ള ഒരു പെൺകുട്ടി ഉണ്ടാവും. ഈ ഒരു കാര്യം മാത്രമാണ് സോഫാർ നമുക്കൊരു കോമൺ ഫാക്ടർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. റീസെന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ കൊലപാതകം മാത്രമാണ് അതേ തീയതിയിൽ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിലെന്തായാലും നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു പറഞ്ഞിട്ട് ഇവൾക്ക് ആ ഒരു കേസ് ഫയൽ മൊത്തം കൈമാറുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ രാത്രി മൊത്തം ഉറങ്ങാതിരുന്നിട്ട് ഈ ഒരു കേസിലെ എല്ലാ കാര്യങ്ങളും അവൾ തെരഞ്ഞു പിടിക്കുന്നുണ്ട്. ഓരോ വിക്ടിംസിന്റെ ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കാണിക്കുന്നുണ്ട്. ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എമർജൻസിയിലേക്ക് വിളിച്ച ഒരു ഫാദറിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇങ്ങനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അവൾ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചെക്ക് ചെയ്ത് വീട്ടിൽ പോലും പോകാതെ അവൾ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകും. പിറ്റേ ദിവസം വൈകുന്നേരം ഏജന്റ് കാർട്ടർ വന്നിട്ടാണ് ഇവളെ പൊക്കുന്നത്. ശരി, സോഫാർ നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നോട് പറ എന്ന് പറഞ്ഞിട്ട് ഇവളെ കൂട്ടിയിട്ട് ഒരു ബാറിലോട്ടാണ് പുള്ളി പോകുന്നത്. ഒന്ന് അറ്റ്മോസ്ഫിയർ മാറ്റി പിടിക്കാൻ വേണ്ടി. ഇയാൾ മാക്സിമം നോക്കുന്നുണ്ട് ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇവൾ അമ്പിനും വില്ലിനും അടിക്കുന്നില്ല. അതെ സാർ, ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭയങ്കര മരം പോലെ നിൽക്കുന്നു. ഇവളുടെ ക്യാരക്ടർ തന്നെ ഇങ്ങനെയാണെന്ന് പുള്ളിക്ക് മെല്ലെ മനസ്സിലാവുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും സാർ? ഈ 10 എണ്ണത്തിലും ഒന്നിൽ പോലും പുറത്തുനിന്ന് ഒരാൾ ഫോഴ്സ് ചെയ്ത് ഉള്ളോട്ട് വന്നതായിട്ട് തെളിവില്ല. ഇൻഫാക്ട് അങ്ങനെ ഒരാൾ ഫോഴ്സ് ചെയ്യാതെ ഉള്ളോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ളൊരു പ്രസൻസ് പോലും ഫോറൻസിക്കിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ വീട്ടിൽ അവശേഷിക്കുന്ന ആ ഒരു മരിച്ച ആളുകളുടെ ബോഡി മാത്രമാണ്. അവരെല്ലാവരും തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ വീട്ടിൽ തന്നെ ഉള്ള ആയുധങ്ങൾ വെച്ചിട്ടാണ്. 2 പ്രാവശ്യം ഷോട്ട് ഗണ്ണുകൾ, ആ 2 ഗണ്ണും ഈ ഒരു അച്ഛന്മാരുടെ പേരിൽ ലൈസൻസ് ചെയ്തിട്ടുള്ളതാണ്. 8 പ്രാവശ്യം കത്തികൾ, അതും കിച്ചണിൽ നിന്ന്. 1 പ്രാവശ്യം ഹാമർ യൂസ് ചെയ്തിട്ടുണ്ട്, അതും പക്ഷേ ടൂൾ ബോക്സിൽ നിന്നുള്ളത്. സോ ലോങ് ലെഗ്സിന് വീട്ടിനുള്ളിൽ കയറിയാൽ മാത്രമാണ് ഈ ആയുധങ്ങളെല്ലാം അവൻ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫിസിക്കൽ എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുപോലും ഇല്ല. ഇൻഫാക്ട് ആ ഒരു ലെറ്റേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുമായിരുന്നു. അപ്പോൾ കാർട്ടർ പറയുന്നു അവനാണ് കൊല്ലുന്നത്, ഹി മേർഡേഴ്സ് ദം. ബട്ട് സംഹൗ അവൻ നേരിട്ട് ഇൻവോൾവ് ആകുന്നില്ല. അപ്പോൾ ഈ ഒരുപക്ഷെ ലോങ് ലെഗ്സ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമായിരിക്കും എന്ത്, എങ്ങനെ, എവിടെ ചെയ്യണം. അതേപോലെ അവർ ചെയ്യുന്നതുമായിരിക്കും ഒരു കൈൻഡ് ഓഫ് ഹിപ്നോട്ടിസം. ബട്ട് സ്റ്റിൽ ഇതെല്ലാം ലോങ് ലെഗ്സിനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് തീർച്ചയായിട്ടും പുറത്തുനിന്നൊരു സഹായം കിട്ടിയിട്ടുണ്ടാവണം. അവിടുന്ന് അങ്ങനെ കാർട്ടർ ഇവളെ കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന്റെ വീട്ടിൽ ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവളും ആ ഒരു ഫാമിലി മീറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ആ ഒരു ചെറിയ പെൺകുട്ടി കുറച്ച് നാൾ കഴിഞ്ഞ് ഇവളുടെ ബർത്ത്ഡേ ഉണ്ട്. ആ ബർത്ത്ഡേക്ക് ചേച്ചിയും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീയെ ഇൻവൈറ്റ് ചെയ്യാണ്. അവൾക്ക് പേഴ്സണലി വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും കൊച്ചു വിളിച്ചതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ഇവൾ നേരെ ഇവളുടെ വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവാണ്. വീട്ടിലെത്തി ഇങ്ങനെ ഫ്രഷ് ആയ ശേഷം ഇവൾ അവളുടെ അമ്മയെ കോൾ ചെയ്യുന്നു. അങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾക്ക് എവിടെ നിന്നും പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. അതിൽ സംശയം തോന്നി എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീടിന്റെ പുറത്തായിട്ട് അങ്ങ് ദൂരെയായിട്ട് ആരോ നിൽക്കുന്ന ഒരു രൂപം ഇവൾക്ക് കാണാൻ പറ്റുന്നു. ഒട്ടും വൈകിച്ചില്ല, നേരെ ഉള്ളിൽ കയറി തോക്കും എടുത്തിട്ട് ഇവൾ നേരെ വെളിയിലോട്ട് പോയി അത് ആരാ നോക്കാൻ വേണ്ടി ചെല്ലുന്നു. ഇവൾ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനും ഇല്ല. എന്തായാലും ഒരു ഉറപ്പിനെ ചുറ്റും കൂടെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവൾ ആ വീടും ചുറ്റും പോകുന്ന സമയത്ത് ഇവളുടെ വീടിനുള്ളിൽ ആരോ നടക്കുന്ന രീതിയിലൊരു രൂപം നമുക്ക് കാണിക്കുന്നുണ്ട്. നിഴല് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളും ഈ നിഴല് കണ്ട് ആരാന്നറിയാൻ വേണ്ടി ഇവളും വേഗം വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്നു. പക്ഷേ വീടിനുള്ളിൽ ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. എന്നാൽ അവൾ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇവൾക്ക് വേണ്ടി ഒരു ലെറ്റർ ഇരിക്കുന്നു. അതിന്റെ മുകളിൽ ഇവളുടെ പേര് എഴുതി താഴത്തായിട്ട് ജനുവരി 14 മുമ്പായിട്ട് നീ ഇത് തുറക്കാൻ പാടില്ല എന്നൊരു നോട്ടും ഉണ്ട്. ഇവൾ അപ്പം തന്നെ തുറന്നു നോക്കുന്നു. അതിന്റെ ഉള്ളിൽ ഇവൾക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ കാർഡാണ് ഇരിക്കുന്നത്. അതിൽ സ്റ്റുഡ് അപ്പോൺ ദി സാൻഡ് ഓഫ് ദി സീ എന്നൊരു കാര്യവും ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സ്റ്റുഡ് അപ്പോൺ ദി സാൻഡ് ഓഫ് ദി സീ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ താഴെയായിട്ട് ഇയാളുടെ ഭാഷയിൽ ആ ഒരു കോഡഡ് ടേംസ് ഉണ്ടല്ലോ, ആ രീതിയിലും ഈ ഒരു ടെക്സ്റ്റിനെ അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് താഴെ എഴുതിയിട്ടുണ്ട്. ഇതിന് പുറമെ ആ ഒരു കോഡഡ് വേർഡ്സിൽ തന്നെ ബാക്കിലായിട്ട് വേറൊരു വലിയൊരു പാസേജും ഉണ്ട്. സോ ലോങ് ലെഗ്സിന്റെ ആ ഒരു ഭാഷ ഡീകോഡ് ചെയ്യാനുള്ള സാധനം അയാൾ തന്നെ ഇപ്പോൾ ഇവൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവളും കിട്ടിയത് വെച്ചിട്ട് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ആ ഒരു ബർത്ത്ഡേ കാർഡിന്റെ ബാക്കിലായിട്ട് വലിയൊരു
ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം നീ അവരോട് ചെന്ന് പറ, എങ്ങനെയാ ഈ ഒരു കാര്യം നീ അറിഞ്ഞാന്നൊക്കെ. അപ്പോൾ നിന്റെ അമ്മയുണ്ടല്ലോ, അവളെ ഞാൻ കൊന്ന് നിന്റെ കൺമുമ്പിൽ കെട്ടി തൂക്കിയിട്ടൂടി എന്നൊരു ത്രെറ്റനിങ് മെസ്സേജ് ആണ് ലോങ് ലെറ്റ്സ് ഈ ഒരു ബാക്കിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഇവള് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൾക്കൊരു കോൾ വരുന്നത്. അതിൽ ഏജന്റ് കോർട്ടർ അടുത്തൊരു ഇൻസിഡന്റ് നടന്നു എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അവൾ അവിടെ ചെല്ലുന്നു. അവിടെയും ഒരു ഫാമിലി കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഇന്നും ഇന്നലെ നടന്നതല്ല, ഇത് നടന്നിട്ട് ഏതാണ്ട് 1.5 മാസമായി. പോലീസ് അറിയുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം. അതെങ്ങനെ ഇത്ര നാൾ അറിയാതെ ഒന്നും ചോദിക്കുകയാണെങ്കിൽ ഇവര് ഫാമിലിയായിട്ട് ട്രിപ്പ് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവർ പോയി കാണുമെന്ന്, അതുകൊണ്ടാണ് ആരും ചെക്ക് ചെയ്യാത്ത. ഇതും മറ്റ് കേസുകൾ പോലെ തന്നെ വീട്ടിലെ ഗ്രഹനാഥനാണ് കൊല്ലുന്നത്. അദ്ദേഹം പിന്നീട് സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു. ഇവിടെ നിന്നും ലോങ് ലെക്ചർ ഒരു ലെറ്റർ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ലീ ഡീകോഡ് ചെയ്യുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് ഡൗൺ ലോ ടു സ്ലോ എന്നാണ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, ഇവിടെയുള്ള കുട്ടിയുടെ ബർത്ത്ഡേയും 14-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി ഇവൾ അമ്മയെ വിളിച്ചിട്ട്, അമ്മ ഇന്നപോലെ എനിക്കൊരു പുതിയ കേസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് നാൾ അതിന്റെ പിന്നാലെ ആയിരിക്കും, അതുകൊണ്ട് ബിസി ആയിരിക്കും, വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞ് അമ്മയോട് പറയുന്നു. മോളെ എന്ത് ചെയ്താലും സൂക്ഷ്യം കണ്ടൊക്കെ വേണം കേട്ടോ. മോള് സമയസമയത്തിന് കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രാർത്ഥിക്കണം മോളെ, എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ അമ്മ കുറച്ച് ഈശ്വരവിശ്വാസം ഉള്ള ഒരു കൂട്ടത്തില്ല. ഇവൾക്കത് കാര്യമായിട്ട് ഇല്ലെങ്കിൽ പോലും അവൾ ആ ഒരു കേസ് വീണ്ടും ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഓരോരുത്തരും മരിച്ച ആ ഒരു ഡേറ്റ് വെച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് അവൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഫാമിലിയും കൊല്ലപ്പെട്ട ആ ഒരു തീയതി എടുത്ത് അവൾ റൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനെയെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആയിട്ടാണ് അത് മാറുന്നത്. ഇവൾ അപ്പോൾ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പുസ്തകം എടുക്കുന്നുണ്ട്, 9 Circles of Hell. ഈ 9 Circles of Hellനെ പറ്റി നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് 1408 എന്ന് പറയുന്ന ഒരു വർത്തനകത്ത്. ഇത് തന്നെയാണ് ഡാന്റീസ് ഇൻഫേർണോ എന്നൊരു പേരിലും അറിയപ്പെടുന്നത്. ലിംബോ, ലസ്റ്റ്, ഗ്ലട്ടണി, ആങ്കർ, ഹേഴ്സി, വയലൻസ്, ഫ്രോഡ് ആൻഡ് ട്രീച്ചറി എന്നിങ്ങനെ 9 Circles of Hell ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിവേ ഈ ഒരു 9 Circles of Hell എന്ന് പറയുന്ന ഒരു പുസ്തകം റെഫർ ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിളും 666 എന്ന് പറയുന്ന നമ്പരും ആ ഒരു സാറ്റാനിക് പരിപാടിയെല്ലാം ഇവൾ കണക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ മനസ്സിലാക്കിയ ഉടനെ നേരെ നോക്കുമ്പോൾ അവിടെ ജനലിലായിട്ട് ഒരു രൂപം വന്ന് പോകുന്ന രീതിയിൽ ഇവൾ കാണുന്നുണ്ട്. ഒരു പക്ക ഡെവിലിന്റെ ഷാഡോ അവിടെ വന്ന് പോയി മറയുന്ന രീതിയിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ സീൻ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് വരാം, കാരണം വൻ വിഷയങ്ങൾ ഉമാരായി ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾ കണ്ടുപിടിച്ച കാര്യം പിറ്റേ ദിവസം തന്നെ ചീഫിനെ കാർട്ടറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സർ, ഇതാണ് ലോങ് ലെഗ്സിന്റെ അൽഗോരിതം. ആദ്യത്തെ മർഡർ നടന്നിരിക്കുന്നത് 1966 ജൂലൈ 14. പിന്നീട് അങ്ങോട്ട് നടന്ന മേഡേഴ്സ് എല്ലാം തന്നെ ആ ഫാമിലിയിലുള്ള കുട്ടിയുടെ ബർത്ത്ഡേയുടെ 6 ദിവസം മുമ്പോ 6 ദിവസം ശേഷമോ ആയിരിക്കും. സോ ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് ദിസ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. അത് മാത്രമല്ല, ലോങ് ലെഗ്സിന്റെ എല്ലാ ലെറ്ററും ഞാൻ ഡീകോഡ് ചെയ്തു. അതിനകത്ത് ഒരേ ഒരു കാര്യം മാത്രം റിപ്പീറ്റ് ആവുന്നുണ്ട്, ദ ഫൈൻ ടൈം വി ഹാഡ് അറ്റ് ദി ക്യാമറ ഫാമിലി ഫാം. ഈ ക്യാമറ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ലെഗ്സ് കൊന്ന കൂട്ടത്തിലുള്ള ഒരു ഫാമിലിയാണ്. ഇത് നടന്നിരിക്കുന്നത് 1975 മാർച്ച് 8-ാം തീയതിയാണ്. മാർച്ച് 14-നാണ് ആ വീട്ടിലുള്ള പെൺകുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ബട്ട് ഭാഗ്യവശാൽ ആ ഒരു പെൺകുട്ടി അവിടെ കൊല്ലപ്പെട്ടില്ല, അവൾ സ്കൂളിലായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പള്ളിയിൽ അച്ഛൻ ആഴ്ചയിൽ ഓരോ വീട്ടിൽ ചെന്ന് പ്രേ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുക ഒരു ക്യാമറ ഫാമിലിയുടെ വീട്ടിലോട്ട് പ്രേ ചെയ്യാൻ വേണ്ടി ഈ ഒരു പള്ളിയിൽ അച്ഛൻ ചെല്ലുക. അപ്പോഴാണ് വീട്ടിലെ ഹസ്ബൻഡ് പെട്ടെന്ന് മാറിയിട്ട് കയ്യിലുണ്ടായിരുന്ന കോടാലെ വെച്ച് ഈ പള്ളിയിൽ അച്ഛനെയും അവിടുത്തെ ഭാര്യയും കൊന്ന് സ്വയം വെട്ടിച്ചാവുന്നത്. ആ സമയത്ത് കുട്ടി അവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം കുട്ടി രക്ഷപ്പെടുകയാണ്. ലോങ് ലെഗ്സ് എല്ലാ ലെറ്റേഴ്സിലും ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? പോസിബിളി ആ ഒരു ക്യാമറ ഫാമിലി ഇൻസിഡന്റ് നടക്കുമ്പോൾ ലോങ് ലെഗ്സ് അവിടെ ഉണ്ടാവാനും സാധ്യതയുണ്ടാവും. അത് മാത്രമല്ല, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട കാരിയൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലോങ് ലെഗ്സിനെ കാണാനും സാധ്യതയുണ്ട്. അപ്പോഴാണ് ചീഫ് ചോദിക്കുന്നത്, ശരി ഓക്കെ, നീ പറയുന്ന എല്ലാം കാര്യമുണ്ട്, ഇതിൽ നീ പറഞ്ഞ ഒരു 14-ാം തീയതിയുള്ള ആദ്യ മേർഡറും പിന്നീട് അങ്ങോട്ട് 6 ദിവസം ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മേർഡേഴ്സ് ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 13th ഈ 13-ാം തീയതിയൊക്കെ നടന്ന കൊലപാതകത്തിനെ പറ്റി അപ്പോൾ എന്താ പറയാൻ പറ്റുക? എനിക്കറിയില്ല, എൻ്റെ ഇപ്പോൾ ഒരു മറുപടിയും ഇല്ല. ബട്ട് 3 ദിവസം കഴിഞ്ഞാൽ 13-ാം തീയതിയാണ്. അപ്പോൾ ഒരു കൊലപാതകം കൂടെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ലീ പറയുന്നുണ്ട്. സോ ബേസിക്കലി നമ്മുടെ ഉള്ളത് ക്യാമറ ഫാമിലി മാത്രമാണ്. കാരിയൻ മരിച്ചില്ലെന്ന് പറഞ്ഞാലും അവൾ സ്വഭാവത്തിലല്ല, അവൾ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. തൽക്കാലം ഇവരുടെ ആ ഒരു ഫാമിലിക്ക് നമുക്കിപ്പോൾ പോയി നോക്കാം. അവിടെ വെച്ചിട്ടാണല്ലോ ഇതെല്ലാം നടന്നത്. സോ നമുക്കൊന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ക്യാമറ ഫാമിലി ഫാമിലേക്ക് പോവാണ്. അങ്ങനെ ഇവരും ആ ഒരു സ്ഥലമെല്ലാം ചെയ്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫാമിന്റെ ഉള്ളിലായിട്ട് നിലത്തൊരു കുരിശിങ്ങനെ അടിച്ചു വെച്ചേക്കുന്നു, ഒരു കാര്യമില്ലാതെ. പൊതുവെ ആരും ഈ കുരിശിങ്ങനെ നിലത്തടിച്ച് വെക്കാറില്ല. അങ്ങനെ സംശയം തോന്നി ഇവരും ആ ഒരു പലക മാറ്റി അതിന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് അതൊരു കൈൻഡ് ഓഫ് ശവപ്പെട്ടി പോലെയായിരുന്നു. അതിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയുടെ വലിയൊരു പാവയുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് പാവയാണെന്ന് തോന്നിപ്പോകാത്ത ഒരു പെൺകുട്ടി എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു പാവ. തുടർന്ന് ഈ പാവയെ എക്സാമിൻ ചെയ്യുന്ന സമയത്താണ് പണി അറിയാവുന്ന ആരോ നല്ലപോലെ മെനക്കെട്ട് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോളാണത്. തലയിൽ അവശേഷിക്കുന്ന ഒരു കുറച്ച് മുടി എന്ന് പറയുന്നത് അത് ഒറിജിനലാണ്. പക്ഷേ ഇതിന്റെ തലയ്ക്കുള്ളിൽ നിന്നും ഒരു മെറ്റൽ ബോൾ എനിക്ക് കിട്ടി. അതിനുള്ളിൽ ഒന്നുമില്ല, ഒരു എംറ്റി ഹോളോ സാധനം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു സാധനം പിടിച്ച ഒരു മെറ്റൽ ബോളിൽ വെച്ച ഉടനെ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇവൾക്ക് കുറെ വിഷ്വൽസ് വരുന്നു. ഇത് എവിടെ ഉണ്ടായി, ആരുണ്ടാക്കി എന്ന രീതിയിലൊക്കെ. പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട അതേ ലോങ് ലെഗ്സ് ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നത്. അവൻ ഈ ഒരു ഡോളിന് ഇട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് കാരിയാനാണ്. ഈ ഒരു ഫാമിലിയിൽ നിന്ന് സർവൈവ് ആയ ആ ഒരു പെൺകുട്ടിയുടെ അതേ പേര്. അപ്പോൾ ഫോർ സം റീസൺ ലീക്ക് ഈ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവൾ പുറത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറയുന്നത്, ഇന്നലെ രാത്രി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ എക്സ് വൈഫിന്റെ പേര് ഇതിങ്ങനെ പറയുന്ന പോലെ തോന്നൽ എനിക്ക് വന്നായിരുന്നു. അത് പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാത്തതിൻ്റെ ആയിരിക്കാം, ഇതുകൊണ്ടായിരിക്കത്തില്ല. പക്ഷേ എന്നാലും എനിക്ക്
അങ്ങനെ തോന്നിയായിരുന്നു ഇതിൽ നിന്ന് വന്ന പോലെ. അപ്പോൾ കാർട്ടർ ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെറ്റൽ ബോളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്കിത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഹോളോ. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ ഓപ്ഷനില്ല, നേരിട്ട് പോയി ക്യാരിയാനെ കാണാം എന്നൊരു കാര്യം തീരുമാനിക്കുകയാണ്. ഇവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ലോങ് ലെഗ്സിനെയാണ് കാണിക്കുന്നത്. അയാൾ കാർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഒരു ഗ്രോസറി സ്റ്റോറിലോട്ട് എന്ന് കുറച്ച് സാധനം വാങ്ങുന്നുണ്ട്. സർ വേറെ എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞ ഒരു ബില്ലിംഗ് സെക്ഷനിലുള്ള ഒരു കുട്ടി ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ ചെയ്തതെന്ന് അറിയോ? എന്താണ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ലോങ് ലെഗ്സ് മോളുടെ ബർത്ത്ഡേ എന്നാണ് എന്നൊരു ചോദ്യം. ഇതിന് ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ ഇവള് നേരെ അവളുടെ അച്ഛനെ വിളിക്കുന്നു. അച്ഛൻ ഒന്നും ഇവിടെ വന്നേ, വീണ്ടും ആ ഒരു വൃത്തിയായിട്ട കളവ് ഇവിടെ വന്നേക്കുന്നു. അവിടെ കെട്ടിയത് വീണ്ടും ഇയാൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് വേറെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങേരുടെ ഒരു അലർച്ചി ഉണ്ട് മോനെ. ഇവിടെ കെട്ടിയതിൽ ഇവർ നേരെ ചെല്ലുന്നത് ആ ഒരു ക്യാരിയാനുള്ള ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലോട്ടാണ്, ആ കുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുന്നു ക്യാരിയനോട് വന്നിട്ട് കുറേ നാളായി, വന്നപ്പോൾ ഭയങ്കര വയലന്റ് ആയിരുന്നു, ആരെയും അവളുടെ അടുത്തോട്ട് അവൾ അടുപ്പിക്കുകയില്ല. പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല, 2-3 ദിവസമായിട്ട് അവൾക്ക് നല്ല മാറ്റമുണ്ട്. പോരത്തിന് ഇത്രയും കൊല്ലം ഇല്ലാതെ 2 ദിവസം മുമ്പ് ഇവളെ കാണാൻ ഒരാൾ വരികയും ചെയ്തു. വന്നത് ആരാന്നറിയാൻ വേണ്ടി ഇവർ റെക്കോർഡ് നോക്കുന്ന സമയത്ത് അതിനകത്ത് ലീ ഹാർക്കർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നായികയുടെ പേര് എഴുതിയിട്ട് നമ്മുടെ ലോങ് ലെഗ്സ് ആണ് ഇവളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന ആളെ കണ്ട നിങ്ങൾ തിരിച്ചറിയോ എന്ന് ചോദിച്ചപ്പോൾ അതാ പ്രശ്നം, അയാൾ വന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ പുറത്തുപോയി, സോ ഞാൻ കണ്ടില്ല. തിരിച്ച് ഞാൻ വന്നപ്പോഴേക്കും അയാൾ പോവുകയും ചെയ്തു. ശരി, എനിവേ ഞങ്ങൾക്കൊന്ന് ക്യാരിയനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ലീ മാത്രം അവളെ കാണാൻ വേണ്ടി ചെല്ലുക. ഇവൾ അവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ ക്യാരിയൻ ഇവളോട് ചോദിക്കുന്നത് ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എനിക്ക് നിന്റെ മുഖം നല്ല ഓർമ്മയുണ്ട്. ഇല്ല ക്യാരിയൻ, നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, മേ ബി നിന്നെ പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കാം. ക്യാരിയൻ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വീട്ടിൽ എന്താ സംഭവിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് എല്ലാം ഒന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല. അമ്മയ്ക്ക് എന്നോട് വലിയ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്, പക്ഷെ അച്ഛൻ നല്ലൊരാളായിരുന്നു, അതുകൊണ്ട് തന്നെ അച്ഛൻ അങ്ങനെ ചെയ്തേ. നിന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു വിസിറ്റർ വന്നായിരുന്നു, നിനക്ക് ആരാന്നറിയോ? ഓ, എനിക്ക് അദ്ദേഹത്തിനെ മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം തിരിച്ചു വന്ന് എന്നെ കൂട്ടിയിട്ട് പോകുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. അദ്ദേഹം എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും. ലൈക്ക് ഇവിടുത്തെ ജനലിൽ നിന്ന് പുറത്തോട്ട് ചാടാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും ചാടും, അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തന്നെ എൻ്റെ കൈ കൊണ്ട് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും. ഇത് കേട്ടപ്പോൾ ലീ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ശേഷം നിന്റെ വീട്ടിൽ വല്ല ഡോൾ ഉള്ളതായിട്ട് വല്ല പാവയുള്ളതായിട്ട് നിനക്ക് ഓർക്കുന്നുണ്ടോ? നോ, എനിക്കതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ല. എങ്ങനെയാണോ നിനക്കില്ലാത്ത പോലെ. ഇങ്ങനെ ക്യാരിയോട് സംസാരിച്ച് പുറത്ത് വന്നപ്പോൾ നമ്മൾ ലീ ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നു. അവൾക്ക് വീണ്ടും ഒരു ലോങ് ലെഗ്സിന്റെ ഒരു റൂമും അയാളെയും അയാളുടെ ആ ഒരു പാവം ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലവും എല്ലാം കാണുകയാണ്. അവിടെ കെട്ടിയതിൽ കാർട്ടറും ലീയും സംസാരിക്കുന്നു. അപ്പോൾ അന്ന് ആ ഒരു മേർഡർ നടക്കുമ്പോൾ ഈ ഒരു ലോങ് ലെഗ്സ് അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. എന്തോ ഒരു കാരണം കൊണ്ട് ഇവളുടെ അച്ഛൻ തന്നെയാണ് എല്ലാവരും കൊന്നേക്കുന്നത്. ശരി, ഫൈൻ. അന്ന് നടന്ന ശേഷം ഈ 20 കൊല്ലം കഴിഞ്ഞ് ഇയാൾ എന്തിനാ ഇവളെ കാണാൻ വേണ്ടി വന്നത്? ഇയാൾ വന്ന ശേഷമാണ് അവൾക്കൊരു മാറ്റം പോലും സംഭവിച്ചത്. സോ കൊല്ലാൻ ശ്രമിച്ചവളെ നല്ല രീതിയിൽ മാറ്റാൻ അയാൾ എന്തിനു നോക്കുന്നു? ലീ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ കാർട്ടർ പറയാം. അപ്പോഴാണ് ഇവളൊരു പോയിന്റ് പറയുന്നത്, എന്ത് അന്ന് ആ ഒരു ഫാമിൽ നിന്ന് ഈ ഒരു ഡോൾ കണ്ടുപിടിച്ച അതേ ദിവസമാണ് ഹോസ്പിറ്റലിൽ ഇവളുടെ കണ്ടീഷൻ നോർമൽ ആവുന്നത്. ഈ അതൊരു കോയിൻസിഡൻസ് മാത്രമാവാനാണ് സാധ്യത. നമ്മൾ ആ പാവയ്ക്കുള്ളിലുള്ള മെറ്റൽ ബോൾ പൊട്ടിച്ചു നോക്കിയതാണ്, അതിനകത്തൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നതായിരിക്കാം, സംതിങ് ദാറ്റ് മേക്സ് ദിസ് വർക്ക്. ചില കൾച്ചേഴ്സിൽ ഈ ഒരു പാവ വെച്ച് ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മാജിക്, ഡാർക്ക് മാജിക് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എന്താ ലോങ് ലെഗ്സ് ഈ പാവകളെ വെച്ചിട്ട് വേറെ എവിടുന്നോ വെച്ച് ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നോ? അവനൊരു സാധാ മനുഷ്യനാണ്, അല്ലാതെ മന്ത്രവാദം അറിയുന്ന ഒരു ഡോക്ടർ അല്ല. ശരി, അതൊക്കെ പോട്ടെ. എങ്ങനെയാണ് ലോങ് ലെഗ്സിന് നിന്റെ പേര് അറിയുന്നത്? ഇല്ല സാർ, എനിക്കറിയില്ല സാർ. ഈ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഈ ഒരു കേസിൽ ഒരു അനക്കോ ഒരു മാറ്റവും ഇല്ലാതെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ബട്ട് എന്ന് നീ ഈ ഒരു കേസിലോട്ട് ഇൻവോൾവ് ആയോ അന്ന് തൊട്ട് ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എന്തോ തിളയ്ക്കുന്ന ലാവ് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിൽ നിനക്കെന്താ പറയാനുള്ളത്? നീ എന്തെങ്കിലും കാര്യം ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ എന്ന് കാർട്ടർ. ആ ചോദ്യത്തിന് ഇവളുടെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു. ശരി, എന്നാണ് നിന്റെ അമ്മയോട് നീ ലാസ്റ്റ് സംസാരിച്ചത്? സോറി സർ, ബട്ട് അത് ഈ ഒരു കേസുമായിട്ട് എന്താണ് ബന്ധം? 1974 ജാനുവരി 13 അന്ന് നിന്റെ അമ്മ പോലീസിൽ കോൾ വിളിച്ചൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാന്നറിയാത്ത ആൾ തന്റെ വീട്ടിലേക്ക് ട്രസ്പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് 1 day before your 9th birthday. അതായത് ജാനുവരി 14 ആണ് നിന്റെ ബർത്ത്ഡേ. ഇതിൽ നിനക്കെന്താ പറയാനുള്ളത്? നീ അങ്ങനെ ആരെയും കണ്ടിട്ടുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല സാർ, എനിക്കറിയില്ല. ഇതിനെപ്പറ്റി ഒരിക്കൽ പോലും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. സോ ഡു വൺ തിങ്, നീ നിന്റെ അമ്മയെ പോയി കാണും, ഇതിനെപ്പറ്റി ചോദിച്ചു നോക്ക്, എന്താണോ പറയുന്നത് അത് അതേപോലെ എന്നോട് വന്ന് പറ. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇവളും ഇവളുടെ അമ്മയെ കാണാൻ വേണ്ടി അമ്മയുടെ വീട്ടിലോട്ട് ചെല്ലുക. ആ വീടാണെങ്കിൽ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുക, ഒട്ടും വൃത്തിയില്ലാതെ എല്ലാ സാധനം അവിടെ തെറിച്ച് ഇങ്ങനെ നടക്കുക. ഇവളും അമ്മയെ ചെന്ന് കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് മോളോട് ഒരു കാര്യം ചോദിക്കണം, അത് പക്ഷേ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. മോൾ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലമ്മ, ഞാൻ ഒറ്റ പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചിട്ടില്ല. ഈ പ്രേയേഴ്സ് എന്നെ പേടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത് കേട്ടതും പുള്ളിക്കാരത്തി ഒരേ ചിരി. നീ പറഞ്ഞ ശരിയായി, പ്രാർത്ഥിക്കുന്നതും കൊണ്ടൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് മാത്രം ഒന്നും മാറാനും പോകുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എൻ്റെ 9th ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? പുള്ളിക്കാരത്തി കുറച്ച് സമയം എടുത്ത് ആലോചിച്ചിട്ട്, ഇല്ല ഞാനൊന്നും ഓർക്കുന്നില്ല. നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? അമ്മ അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? അതിന് പുള്ളിക്കാരത്തി മറുപടിയായിട്ട് പറയുന്നത് നോ. ഈ നോ എന്നുകൊണ്ട് അമ്മ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. മോളെ നോ എന്ന് പറഞ്ഞാൽ നോ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അമ്മ അന്ന് നമ്മുടെ വീട്ടിലേക്ക് ആരും കടന്നു കയറാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അമ്മ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലേക്ക് ആരും വന്നിട്ടുമില്ല, ഞാൻ ആരെയും കണ്ടിട്ടുമില്ല. പക്ഷെ ഇതൊന്നും ഒരു ചെറിയ കുട്ടി അറിയേണ്ട കാര്യമല്ല എന്ന് അമ്മ ഞാൻ ഇപ്പോഴും ഒരു ചെറിയ കുട്ടി അല്ല. എന്ന് വെച്ചാൽ നീ ചെറിയ കുട്ടി അല്ലായിരിക്കുന്നത് നിന്നെ വളരാൻ വിട്ടതുകൊണ്ട് മാത്രമാണ്. മോളെ ഇതൊരു ക്രൂരമായിട്ടുള്ള ലോകമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ജീവിക്കാനുള്ള അനുവാദം പോലും കിട്ടാറില്ല. അനുവാദം? അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ നോക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, ഞാൻ എല്ലാം മറന്നിട്ടുണ്ടാവും. അത് പക്ഷേ നമ്മൾ രണ്ടുപേരുടെ നല്ലതിന് വേണ്ടി ആയിരിക്കും. പക്ഷെ ഞാൻ ഒന്നും തന്നെ എവിടെയും കളഞ്ഞിട്ടില്ല. നിന്റെ എല്ലാ സാധനങ്ങളും നിന്റെ മുറിയിൽ തന്നെ ഭദ്രമായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ആ അമ്മയ്ക്ക് എന്തൊക്കെയോ അറിയുന്നുമുണ്ട്, പറയണമെന്നുമുണ്ട്. പക്ഷെ പറയാൻ അനുവാദം ഇല്ലാതെ
ഇല്ലാത്ത പോലെ. സോ ബേസിക്കലി അന്ന് രാത്രി ആരോ വരുന്ന പോലെ ഇവർക്ക് തോന്നുകയും തോക്കും കയ്യിൽ പിടിച്ച് എല്ലാവരെയും നോക്കുന്നുണ്ട്, പക്ഷെ ആരെയും കണ്ടില്ലായിരുന്നു. വീണ്ടും പേടിച്ചപ്പോഴാണ് പുള്ളിക്കാരത്തി അപ്പം തന്നെ പോലീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ കെട്ടിയത് ലീയും ഇനിയും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ നേരെ അവളുടെ മുറി ചെന്നിട്ട് അവളുടെ തിങ്സ് എല്ലാം നോക്കുകയാണ്. ഇവളുടെ ഒന്നും തന്നെ വലിച്ചെറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് അമ്മ ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീയുടെ 10ാം വയസ്സിൽ പറിച്ച് പല്ല് പോലും പുള്ളിക്കാരത്തി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ റൂമിലുണ്ടായിരുന്ന ഒരു പെട്ടിയിൽ ഇവളുടെ തിങ്സ് എല്ലാം അവൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടുന്നത്. അതിലൊരു ഫോട്ടോ കണ്ടപ്പോൾ ഇവള് ഭയങ്കര ഞെട്ടിപ്പോകുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക് വരുന്നു. നമ്മൾ ആദ്യം കണ്ട ഒരു സീൻ ഇവിടെ വരികയാണ്. അന്ന് പുറത്ത് അവൾ ആ കാർ നോക്കാൻ വേണ്ടി പോയ സമയത്ത് അവളുടെ കഴുത്തിൽ ഒരു പോളറോയിഡ് ക്യാമറ ഉണ്ടായിരുന്നല്ലോ. ആ ക്യാമറയിൽ ലോങ്ലെസ്സിന് അന്ന് തന്നെ ഇവള് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാണ്, എന്താണ് എന്റെ മകളോട് സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് ലീയുടെ അമ്മ അവിടെ കറക്റ്റായിട്ട് വന്ന് തടയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ലോങ്ലെസ് ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള ഒരു പാട്ട് പാടുന്നുണ്ട്. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ ലീ ഒരു ഫോട്ടോയും എടുത്ത് അപ്പം തന്നെ കാർട്ടിനെ ചെന്ന് കണ്ട് ഈ ഒരു ഫോട്ടോ കൈമാറുന്നു. ഇതാണ് ലോങ്ലെഗ്സ് എന്നും ഞാനിത് പണ്ടെടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക. സർപ്രൈസിംഗ്ലി ഒട്ടും വൈകാതെ തന്നെ FBI ഈ പറയുന്ന നമ്മുടെ ലോങ്ലെസ്സിനെ കൈയോടെ പൊക്കുന്നുണ്ട്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് ഇൻട്രോഗേറ്റ് ചെയ്യാണ്. ഡെയിൽ ഫെർഡിനാഡ് കോബിൾ എന്നാണ് ഇവന്റെ ശരിക്കുള്ള പേര്. ബട്ട് നീ തന്നെയല്ലേ ലോങ്ലെസ് ചോദിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴാണ് ലീയെ കാണുന്നതെന്നാണ് അവൻ തിരിച്ച് മറുപടി പറയുന്നത്. നിനക്ക് എങ്ങനെ ഏജന്റ് ലീ ഹാർക്കറിനെ അറിയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. ആൻഡ് ഈ ഒരു ഫ്രണ്ടിന് അവളോട് പറയാനുള്ളത് Happy birthday to you. പിന്നെ പുള്ളി വാ തുറന്ന ഈ ഒരു ബർത്ത്ഡേ വിഷയം മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഒന്നും പറയുന്നേ ഇല്ല. ഇവൻ കൊണ്ടുവന്ന് പെട്ടിക്കകത്ത് മൊത്തം കുറേ പുസ്തകങ്ങളും അതിൽ കുറച്ച് ഹാൻഡ് റൈറ്റിംഗ് കിട്ടി. ഇത് എക്സാക്ട്ലി നമുക്ക് കിട്ടിയ ആ ഒരു ലെറ്റേഴ്സുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. എല്ലാം തന്നെ ഭയങ്കര സാറ്റാനിക് ഇൻഫ്ലുവൻസ് ഉള്ള സാധനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇവൻ തീർച്ചയായിട്ടും ഡെവിലിനെ വേർഷിപ്പ് ചെയ്യുന്ന ഒരുത്തനാണ്. പക്ഷെ ഇപ്പോഴും ലീ പറയുന്നുണ്ട് ലോങ്ലെഗ്സ് ഒറ്റയ്ക്കല്ല, അവനൊരു കൂട്ടാളി ഉണ്ടാവണം. എല്ലാവരുടെ വീട്ടിലേക്കും ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ഒന്നിലധികം കൂട്ടാളികളോ ഇവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലീ ഇവിടെ നോക്ക്, മെയിൻ ആയിട്ടുള്ള ലോങ്ലെസ്സിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ അവന്റെ ശിഷ്ടകാലം മൊത്തം അവൻ ജയിലിൽ കിടക്കും. പക്ഷെ സാർ അതല്ല ശരി, ആ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഇപ്പോഴും ആ ഒരു 13-ാം തീയതി മിസ്സാക്കുകയാണ്. ഇന്നാണ് 13-ാം തീയതി. ഇന്നൊരു പക്ഷേ ഇവന്റെ കൂട്ടാളി ഒരു ഫാമിലിയും കൂടെ കൊന്നേക്കാം. ആ ഒരു കൂട്ടാളി ആരാണെന്ന് ഇവന് മാത്രമേ അറിയത്തുള്ളൂ. ഇവള് പറഞ്ഞു വരുന്നതിന്റെ ഗൗരവം ഇപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി, ഓക്കെ, കോബിൾ ഇപ്പോൾ എവിടെയാണ്, എനിക്ക് അവനെ ഒന്ന് കാണണം. അവൻ ഡൗൺ സ്റ്റെയറിലുണ്ട്, റൈറ്റ് അണ്ടർ യുവർ ഫീറ്റ് എന്ന് അവർ പറയുന്നു. തുടർന്ന് നമ്മുടെ ലീ ഈ പറയുന്ന ലോങ്ലെസ്സിനെ കാണാൻ വേണ്ടി താഴോട്ട് ചെന്ന് നോക്കുക. ഇവള് ഡോർ തുറന്ന് വന്നത് കണ്ടപ്പോൾ തന്നെ ലോങ്ലെസ് ദർ ഷീ ഈസ് അവർ ഓൾമോസ്റ്റ് ബർത്ത്ഡേ ഗേൾ എന്ന് പറഞ്ഞു പറയുന്നു. പണ്ട് ആദ്യമായിട്ട് ഇവളെ കണ്ട സമയത്ത് എങ്ങനെ വിഷ് ചെയ്തോ അതേ രീതിയിൽ. ബിക്കോസ് ഇവളുടെ ബർത്ത്ഡേ 14-ാണ്, ഇന്ന് 13-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ബർത്ത്ഡേ ഗേൾ. എന്നിട്ട് ഇവളോട് ഇവൻ പറയുക, എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരിക. നിന്റെ 20-ാം വയസ്സിലാണ് നീ പോലീസ് ആവണമെന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത്. അന്ന് ഞങ്ങൾ നിന്നെ നോക്കി ഒരുപാട് ചിരിച്ചു. ഓൾതോ ചിരിച്ചത് ഞാൻ മാത്രം, അവൾ ഉണ്ടായിരുന്നില്ല. അവളോ, നിങ്ങൾ ആരെ പറ്റി ഈ സംസാരിക്കുന്നത് എന്ന് ഇയാളോട് ചോദിക്കുന്നു. നിനക്കറിയാലോ 7ാമത്തെ അവൾ, ഇതിനു മുമ്പ് കൊടുക്കപ്പെട്ട പോലെ തന്നെ അതേ ചോയ്സ് കൊടുക്കപ്പെട്ട ആ 7ാമത്തെ അവൾ. ക്രിംസൺ ഓർ ക്ലോവർ, അക്സെപ്റ്റ് ദി ഗിഫ്റ്റ്, ഡിസ്ട്രോയ് ഇറ്റ് ആൻഡ് ഡിസ്ട്രോയ് യുവർസെൽഫ്, ഓർ കീപ് ഇറ്റ് ആൻഡ് ബോ ഡൗൺ, ബോ ഓൾ ദ വേ ഡൗൺ. അവൻ പറയുന്ന ജോലിയും ചെയ്ത് ഈ അഴുക്കിനെ വൃത്തിയാക്കുന്ന രീതിയിൽ ഒരു മോപ്പിനെ പോലെ നിനക്കൊക്കെ ജീവിക്കാം. ഇതായിരുന്നു അവർക്ക് കൊടുക്കപ്പെട്ട ആ ഒരു ചോയ്സ്. ഇത് കേൾക്കുന്ന ലീക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. കോബിൾ, നീ മനസ്സിലാക്കുന്നുണ്ടോ, നിനക്ക് ഒരിക്കലും ഇതിന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല, നീ തീർന്നു. ലീ, പക്ഷേ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. എന്നെ അങ്ങനെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇല്ലാതാക്കാനും പറ്റത്തില്ല. ഞാനിങ്ങനെ പലയിടത്ത് പല രീതിയിൽ ചെതറിക്കിടക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നിനക്കൊരു കൂട്ടാളിയുണ്ട്. ആരാണത്? പിന്നെ നീ ഡൗൺ സ്റ്റേഴ്സിൽ ഉണ്ടെന്ന് പറയുന്ന ഒരാൾ ആരാണ്? അതിന് ഇവൻ മറുപടി പറയുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ നീ വേണേൽ നിന്റെ അമ്മയോട് പോയി ചോദിക്കടി എന്ന്. എന്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ എന്തിനാ എന്റെ അമ്മയുടെ പേര് പറയുന്നത്? അതിന് ഇവൻ മറുപടിയായിട്ട് ഹെയിൽ സാറ്റൻ എന്ന് പറഞ്ഞ് നേരെ ഒരു ബെഞ്ചിലേക്ക് തലയിടി. അവിടെ വെച്ച് തന്നെ ഇവൻ മരിച്ചു പോകുന്നു. ഇതറിഞ്ഞതും ചീഫ് ഭയങ്കര ദേഷ്യപ്പെടുന്നു. ലീ, ഇത് ശരിയാവില്ല, നമുക്ക് അവനെ കസ്റ്റഡിയിൽ കിട്ടിയതാണ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ നിന്റെ മറ്റേ 13-ന് കണക്കുണ്ടല്ലോ, ക്യാരി ആൻഡ് സൈക്കാട്രി ഹോസ്പിറ്റലിന്റെ ആ ഒരു റൂഫിൽ നിന്ന് ചാടി അവൾ സൂയിസൈഡ് ചെയ്ത് മരിച്ചു. അവൻ അന്ന് അവളെ കണ്ട സമയത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവണം, ജസ്റ്റ് ലൈക്ക് ഇതിനു മുമ്പ് ആ ഫാമിലീസിനെ എല്ലാം അവൻ കൊന്ന പോലെ. പക്ഷെ ആ ചെയ്തതെല്ലാം തന്നെ അവൻ ഒറ്റയ്ക്കാണ്, അവനൊരു കൂട്ടാളി ഉണ്ടായിരുന്നില്ല. ഉണ്ടെന്ന് പറഞ്ഞു പോയി, ഇപ്പോൾ താണ്ട് അവനും ഇല്ലാതായി എന്നിങ്ങനെ ലീയോട് ദേഷ്യപ്പെട്ടിട്ട് കാർട്ടർ അവിടെ നിന്ന് പോവാണ്. സോ കേസിൽ ഇനി ആകെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവളുടെ അമ്മ മാത്രമാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിട്ട് ലീയും അവളുടെ ഒരു സീനിയർ കൊളീഗും ചേർന്ന് വീട്ടിലോട്ട് പോവാണ്. ഇവളുടെ അമ്മയാണല്ലോ, അപ്പോൾ ഇവള് പോയി പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഒറ്റയ്ക്കാണ് വീട്ടിലോട്ട് ചെല്ലുന്നത്. ഇങ്ങനെ ഇവൾ അമ്മയെ തേടി വീടിൻ്റെ ഉള്ളിൽ കയറി പോകുന്ന സമയത്താണ് നമുക്കൊരു വൻ ട്വിസ്റ്റ് കിട്ടുന്നത്. പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊളീഗിനെ ഇവളുടെ അമ്മ വന്നിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് കണ്ട് തോക്കും പിടിച്ച് നായിക വെളിയിലോട്ട് ഓടി വരുന്നുണ്ട്. അവൾ വന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു കൂടെ വന്ന കൊളീഗ് മരിച്ചു. അമ്മ തോക്കും ചൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു ബൊമ്മയായിരുന്നു, ഒരു ഡോളായിരുന്നു. അന്ന് ഫാമിൽ നിന്ന് കിട്ടിയ അതേപോലത്തെ ഒരു ഡോള് ഇപ്പൊ ഇവരുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് കണ്ടപ്പോൾ ഇവള് ഭയങ്കര പേടിച്ചിട്ട് അമ്മ തോക്ക് താഴെയിട്, അതെന്താ സാധനം എന്തത്? അതിന് അമ്മ ഇവളോട് പറയുന്നത്, നീ അവനെ പിടിച്ചു, ഇപ്പോൾ അവൻ ഫ്രീ ആയി, അപ്പം മോളും ഫ്രീ ആവണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ആ ഒരു പാവയുടെ ആ തലയുണ്ടല്ലോ അത് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുന്നു. ആ പാവയുടെ ആ തല പൊട്ടിത്തെറിച്ചതും നമ്മുടെ ലീയുടെ തലയുടെ മുകളിൽ കൂടെ എന്തോ ഒരു ബ്ലാക്ക് സ്മോക്ക് പോകുന്ന പോലെ നമ്മൾ കാണുകയാണ്. അവൾ അവിടെ വെച്ച് തന്നെ
മയങ്ങി വീഴുന്നു. മയങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒരു ബൊമ്മ നോക്കുന്ന സമയത്ത് പൊട്ടിയ തലയുടെ ഭാഗത്ത് നിന്ന് ഒരു ബ്ലാക്ക് സ്മോക്ക് പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായില്ലേ? ഈ ഒരു ലോങ്ലെസ് ഉണ്ടാക്കുന്ന ആ ഒരു പാവയുടെ ഉള്ളിലുള്ള ഒരു മെറ്റൽ ബോളാണ് ഇതിനെല്ലാം കാരണം. അതാണ് ഈ ഒരു ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴാണ് അന്ന് ആദ്യമായിട്ട് ലോങ്ലെസ് ഇവരുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. 1974 ജാനുവരി 13 രാവിലെ ലോങ്ലെസ് ഇവിടെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ഒരു കാറിൽ തന്നെ ആ ഒരു ബൊമ്മയുണ്ട്. അങ്ങനെ രാവിലെ കാണുന്ന സമയത്ത് അമ്മ ഇടയിൽ കയറുന്നുണ്ട്. തുടർന്ന് അന്ന് രാത്രിയും ഈ ലോങ്ലെസ് ഇവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് സംശയം തോന്നിയിട്ട് തോക്കൊക്കെ പിടിച്ചിട്ട് വീട് മൊത്തം നോക്കി ശേഷം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നത്. പക്ഷേ പോലീസ് അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ലോങ്ലെസ് വീട്ടിൽ കയറിയിട്ട് കുട്ടിയായിട്ടുള്ള നമ്മുടെ ലീയെ പിടിച്ചു വെക്കുന്നുണ്ട്. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി താൻ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് അമ്മ സറണ്ടർ ആവുന്നു. അവിടെയാണ് അവൻ ഇവൾക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്, ചോയ്സ് കൊടുക്കുന്നത്, ക്രിംസൺ വേണോ ക്ലോവർ വേണോ എന്നുള്ള രീതിയിൽ. തുടർന്ന് ഇവൻ പറയുന്നതെല്ലാം അനുസരിച്ച് അതേപോലെ ചെയ്ത് സാത്താനെ വേർഷിപ്പ് ചെയ്ത് ജീവിക്കാം എന്നൊരു തീരുമാനം എടുക്കുന്നു. ഇവരുടെ വീടിന്റെ ബേസ്മെന്റിലാണ് ഈ ഒരു ലോങ്ലെസ് താമസിക്കുന്നതും അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഡോൾസ് എല്ലാം അവൻ ഉണ്ടാക്കുന്നതും. അങ്ങനെ അടുത്തായിട്ട് ഇവൻ ആരെ കൊല്ലാൻ തോന്നുന്നു ആ വീട്ടിലുള്ള ഫാമിലിയിലെ കുട്ടിയെ ബേസ് ചെയ്ത് ഇവൻ ഡോൾ ഉണ്ടാക്കി നേരെ അമ്മയുടെ കൈ കൊടുക്കും. പിന്നീട് അമ്മ കന്യാസ്ത്രീയായിട്ട് മാറിയിട്ടാണ് അവരുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. ചർച്ചിൽ നിന്ന് ഇവിടെയുള്ള കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു വിട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ ആ ഒരു ഓരോ വീട്ടിലും ഈ ഒരു പാവ കൊണ്ടുവന്നത്. ചർച്ചിൽ നിന്ന് ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ടാണ് എല്ലാവരും ഈസി ആയിട്ട് ഇവിടെ വീട്ടിലോട്ട് കയറ്റുന്നത്. വീട്ടിൽ കയറിയ ശേഷം ഈ ഒരു പാവ കൊടുത്തിട്ട് പുള്ളിക്കാരത്തി അവിടെ നിന്ന് പോകും. പിന്നീട് ഈ ഒരു പാവയാണ് അവിടെയുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അച്ഛനെയും അമ്മയെയും കുട്ടിയെയും എല്ലാവരെയും കൺട്രോൾ എടുക്കുന്നു. എന്നിട്ട് വീട്ടിലെ അച്ഛന്മാരെ വെച്ച് തന്നെ എല്ലാവരെയും കൊന്നുകളയും. പിന്നീട് ഇവളുടെ അമ്മയാണ് ആ ഒരു ലോങ്ലെസിന്റെ ലെറ്റേഴ്സ് വീട്ടിൽ വെച്ചിട്ട് വരുന്നതും. സോ ഈ ഒരു കോബിൾ, ഈ ലോങ്ലെസ് ഇതെല്ലാം ചെയ്യുന്നത് സാത്താനെ സേവിക്കാൻ വേണ്ടിയാണ്. സ്വന്തം മകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്മയും അതിന് കൂട്ടു നിൽക്കുന്നു. പക്ഷെ എങ്ങനെ ഒരു മെറ്റൽ ബോൾ വെച്ച് അവൻ ആ ഒരു ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ഈവൻ ദോ ലീ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവളെ വെച്ചും ഈ ഒരു ഡോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡോൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാളും ഒരു കൈൻഡ് ഓഫ് ഡെവിലിന്റെ കൺട്രോളിലായിരുന്നു ഇവളുണ്ടായിരുന്നത്. ഇൻ എ ഗുഡ് വേ ആക്ച്വലി. അതായത് ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൺഫ്യൂസ് ആയി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഡെവിൽ അവിടെ വരുന്നുണ്ട്. ഇവളുടെ ഉള്ളിലുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, അതിന്റെ കാരണം ഡെവിലായിരുന്നു. അപ്പോൾ ഇവളുടെ അമ്മ ആ ഒരു സാധനത്തിന് ഷൂട്ട് ചെയ്ത് ഇല്ലാതാക്കിയതിനെ തുടർന്ന് ഇവളിപ്പോൾ പഴയ രീതിയിൽ നോർമലായി. ഇനി അവൾക്ക് ആ ഒരു സൈക്കിക് എബിലിറ്റി എന്ന രീതിയിൽ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇതേ കാര്യം തന്നെയാണ് ക്യാരിയാനും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവളുടെ ആ ഒരു ഡോൾ കണ്ടുപിടിച്ച ശേഷമാണ്, കണ്ടുപിടിക്കാന്നല്ല, അവളുടെ ആ ഒരു മെറ്റൽ ബോൾ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഇവള് നോർമൽ ആവുന്ന ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ. പക്ഷേ ഡോക്ടർ പറഞ്ഞില്ല ആ ഒരു സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. യെസ്, ശരിയാണ്, അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ട ഈ ഒരു ബ്ലാക്ക് സ്മോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കാണിച്ചതാണ്. അതല്ലാതെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു മെറ്റൽ ബോളിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ ഹോളോ തിങ്. പക്ഷേ വൺസ് അത് പൊട്ടിയ ശേഷമാണ് ഇവള് നോർമലായിട്ട് മാറുന്നത്. എന്നാൽ പൂർണ്ണമായിട്ട് നോർമൽ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ ലോങ്ലെസ് അവളെ നേരിട്ട് എന്ന് കണ്ടിട്ട് അവളെ കൺട്രോൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോങ്ലെസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവൾ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടി മരിക്കുന്നത്. ഇങ്ങനെ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ മയങ്ങി കിടക്കുന്ന നമ്മുടെ ലീ എഴുന്നേക്കാണ്. അവൾ കണ്ണ് തുറക്കുമ്പോൾ ഇവളുടെ വിഷനിൽ കണ്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ബേസ്മെന്റ്, ലോങ്ലെസ് താമസിച്ച് ഈ ഒരു പാവകളയിൽ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലം, അത് ആക്ച്വലി ഇവളുടെ വീടിന്റെ ഡൗൺ സ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവൾ കണ്ണ് തുറക്കുന്നത്. ഒന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു വിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇവള് പണ്ട് കണ്ടതാണ്. എല്ലാം അവൾക്ക് കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. ഇവളും ഈ മയക്കം തെളിഞ്ഞിങ്ങനെ വെളിയിലോട്ട് വരുന്ന സമയത്ത് അവളുടെ വീട്ടിലെ ലാൻഡ് ലൈനിൽ ഒരു കോൾ വരുന്നു. അതിൽ ആരെന്നറിയാത്തൊരു വ്യക്തി, നീ വൈകിയിരിക്കുന്നു, മിസ് റൂബിയുടെ ബർത്ത്ഡേക്ക് നീ വരാൻ വൈകിയിരിക്കുന്നു. ഇന്നിങ്ങനെ ഭയങ്കര ഹാർഡ് ടോണിൽ ഒരാൾ സംസാരിക്കുന്നു. ആരെ സംസാരിക്കുന്നതെന്നും അവൾക്ക് അറിയത്തില്ല, പക്ഷേ എന്താണെന്നോ ആരോടാണെന്നോ അവൾക്ക് മനസ്സിലായി. ഇവളുടെ അമ്മയ്ക്കായിരുന്നു ആ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ മിസ് റൂബി എന്ന് പറയുന്നില്ലേ, അത് ആക്ച്വലി നമ്മുടെ ഏജന്റ് കാർട്ടറിന്റെ മകളുടെ പേരായിരുന്നു. ആ കുട്ടിയുടെ ബർത്ത്ഡേയും ഇന്നാണ്. സോ ഇവരുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഏജന്റ് കാർട്ടർ ആൻഡ് ഫാമിലി ആണെന്നുള്ള കാര്യം ഇവൾ തിരിച്ചറിയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ലീക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും വെപ്രാളവും പേടിയും എല്ലാം വരുന്നുണ്ട്. ഇവള് വേഗം വണ്ടി എടുത്തിട്ട് അമ്മ എത്തുന്നതിന് മുമ്പായിട്ട് കാർട്ടറിന്റെ വീട്ടിലെത്താം എന്ന് പറഞ്ഞിട്ട് വേഗം പോകുന്നുണ്ട്. അങ്ങനെ ഇവളും ആ ഒരു കാർട്ടറിന്റെ വീട്ടിലെത്തിയിട്ട് എല്ലാം ഓക്കെ അല്ലേ, ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അയാളോട് ചോദിക്കുന്നു. ഹാർക്ക് നീ വന്നോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നീ വായോ എന്ന് പറഞ്ഞ് ഇവൾ ഉള്ളിലോട്ട് വിളിക്കുന്നു. ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു കന്യാസ്ത്രീ ആയിട്ടുള്ള ഇവളുടെ അമ്മ. സോ ഇവൾ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പുള്ളിക്കാരത്തി ഇവിടെ വന്ന് ആ ഒരു ബൊമ്മ കൈമാറി കഴിഞ്ഞു. സോ ദാറ്റ് മീൻസ് ഇവർ ആൾറെഡി ആ ഒരു ഡെവിലിന്റെ കൺട്രോളിലായി കഴിഞ്ഞു. കാർട്ടർ, ഞാൻ പറയുന്നു നിങ്ങൾക്ക്, ഈ ഇരിക്കുന്ന എൻ്റെ അമ്മയാണ്, ലോങ്ലെസിന്റെ സഹായം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുന്ന ഇവൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഇതോടെ ഇവൾക്ക് കാര്യം മനസ്സിലായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കിച്ചണിലെ കേക്ക് എടുക്കാൻ വേണ്ടി അമ്മ പോയപ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന കാർട്ടർ പുള്ളിക്കാരത്തെ വെട്ടിക്കൊല്ലുന്നു. അങ്ങനെ ഭാര്യയെ കൊന്ന ശേഷം മകളെ കൊല്ലാൻ വേണ്ടി ഇയാൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലീ തോക്കും ചൂണ്ടി ഇടയിൽ കയറുന്നു. സർ പ്ലീസ് അടുത്തോട്ട് വരരുത്, ഞാൻ ഷൂട്ട് ചെയ്യും. പക്ഷെ അയാൾ വന്നു, ഇവൾ ഷൂട്ട് ചെയ്തു, അയാൾ ചത്തു. ലീ നീ ഇതിനകത്ത് ഇടപെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അമ്മ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി വന്നപ്പോൾ അമ്മയും ഇവൾ ഷൂട്ട് ചെയ്ത് കൊന്നു. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇവളുടെ മുമ്പിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ ഒരു ബൊമ്മയുടെ അടുത്ത് നിന്നും ഈ ഒരു കുട്ടിയും വിളിച്ചിട്ട് ഇവൾ അവിടുന്ന് പോവുക. ആ കുട്ടി നോർമലായിട്ടില്ല, അവൾ ഇപ്പോഴും ആ ഒരു കൺട്രോളിലാണ്. ആ ബൊമ്മയെ വിട്ട് വരാൻ ആ കുട്ടിക്ക് തീരെ താല്പര്യമില്ല. ആ ബൊമ്മ ഇല്ലാതായാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ലീ എന്ത് ചെയ്തു, തോക്ക് നേരെ അതിന്റെ നേരെ ചൂണ്ടുന്നു. ട്രിഗറും അമുത്തുന്നുണ്ട്, പക്ഷെ ഫോർ സം റീസൺ അതിൽ നിന്ന് ബുള്ളറ്റ് വെളിയിലോട്ട് വരുന്നില്ല. എത്ര നോക്കിയിട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അതിനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് റൂബി ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ അങ്ങനെ കട്ടാവുന്ന സീന് നമ്മൾ നേരെ ലോങ്ലെസിനെയാണ് കാണുന്നത്.
ഇങ്ങനെ കാണുന്നവന് ഉമ്മ വെച്ചിട്ടുള്ള ലോങ്ലെസിന്റെ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് പടം അവസാനിക്കുന്നത്. സോ പടത്തിന്റെ കഥ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ലിറ്ററൽ ആയിട്ട് അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ബേസിക്കലി ലോങ്ലെസ് എന്ന ഇതിനകത്ത് ഒരു കില്ലർ ആക്ച്വലി ഈ സാത്താനെ സേവ് ചെയ്യുന്ന ഒരു അടിമയാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇവന് ഭ്രാന്ത് പിടിച്ചിട്ട് ഇവൻ കാണിച്ചു കൂട്ടുന്നതാണോ അതോ ഇതിൽ ശരിക്കും വല്ല കാര്യമുണ്ടോ? യെസ്, കാര്യമുണ്ട്. സാത്താൻ അല്ലെങ്കിൽ ഡെവിൽ എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ പടത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡെവിലിന്റെ പ്ലാൻ പ്രകാരമാണ്. അല്ലെങ്കിൽ പുള്ളിയെ സംബന്ധിച്ച് ഇവരുടെ ജീവിതം എന്ന് പറയുന്ന ഒരു കുട്ടികളി പോലെ ആളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. അതിലൊരു മിയർ പപ്പറ്റ് മാത്രമാണ് ഈ ലോങ്ലെസ് എന്ന കോബിളുടെ ക്യാരക്ടർ. കോബിൾ എന്ന് മാത്രമല്ല ഇതിനകത്ത് വരുന്ന എല്ലാവരും. ഇതിൽ 2 ഷോട്ടിലൊക്കെ ഡെവിലിന്റെ ഒരു പ്രസൻസ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രമായിരുന്നില്ല. പടത്തിലെ പല സ്ഥലങ്ങളിലും ഈ ഡെവിൽ വന്ന് പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. കുറച്ചും കൂടെ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് പടത്തിൽ ആ ഒരു ഡെവിൽ അപ്പിയർ ചെയ്യുന്നത് ഇവൾക്ക് ആ ഒരു കേസ് ആദ്യമായിട്ട് ഇവളുടെ കയ്യിൽ കിട്ടുമല്ലോ. അന്ന് രാത്രി ഉറങ്ങാതിരുന്നിട്ട് ഇവളത് മൊത്തം അരിച്ചു വെറുക്കും. ആ സമയത്ത് ആ സൈഡിലായിട്ട് അമേരിക്കൻ ഫ്ലാഗിന്റെ തൊട്ടിപ്പുറത്ത് വളഞ്ഞ കൊമ്പൊക്കെ ആയിട്ട് ഒരു കറുത്ത രൂപം അവിടെ വന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി വെച്ചാലേ കാണത്തുള്ളൂ, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇവൾ തിരിച്ച് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീണ്ടും വെളിയിൽ ആരോ വന്ന പോലെ ഒരു തോന്നൽ ഒഴുക്ക് വരുമല്ലോ. അപ്പോൾ അവിടെ ഒരു നിഴൽ കാണും. ആ നിഴലെന്ന് പറയുന്നത് ലോങ്ലെസ് ആയിരുന്നു. പക്ഷേ അയാളുടെ ബാക്കിലായിട്ട് ഒരു ഡെവിലിന്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് അങ്ങ് വന്നു പോകും. ദെൻ ആ ഇൻവേർട്ട് ട്രയാങ്കിൾ ഇവൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒരു ലൈബ്രറിയുടെ വെളിയിലായിട്ട് ഗ്ലാസ്സിലായിട്ട് ആ ഒരു ഡെവിൽ ഇങ്ങനെ വന്നു പോകും. അടുത്തായിട്ട് ലോങ്ലെസിന്റെ ആ ഒരു റൂം ഇവൾക്കൊരു വിഷം പോലെ വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലും ഒരു കോർണറിൽ ഈ ഒരു ഡെവിൽ വന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് സ്മോക്ക് ഇങ്ങനെ വരുന്ന പോലെ കണ്ട് പെട്ടെന്ന് അത് ഡിസപ്പിയർ ആവും. ഇതിനടുത്തായിട്ട് ഇവൾ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അതിലൊരു ഷോട്ടിൽ ഡോറിന്റെ മുകളിലായിട്ട് ആ ഒരു ഗ്ലാസ് പാനൽ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ഒരു ഡെവിലിന്റെ ഒരു നിഴൽ കാണാൻ പറ്റുമായിരുന്നു. ദെൻ അടുത്തായിട്ട് ഇവളുടെ അമ്മ ഇവളുടെ കൂടെ വന്ന ആ ഒരു ഏജന്റിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ഗണ്ണ് ഫയർ ആകുമ്പോൾ ഇവള് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കും. അപ്പോൾ അവിടെ വെച്ച് റൂമിന്റെ ജനലിലൂടെ നമുക്ക് ആ ഒരു ഡെവിലിനെ കാണാൻ പറ്റുമായിരുന്നു. ദെൻ ഒരു ഫ്ലാഷ് ബാക്ക് സീനിനകത്ത് നമുക്ക് ആ ഒരു ഡെവിൽ ഇവളുടെ ബാക്കി വരുന്ന രീതിയിലും കാണുന്നുണ്ട്. ദെൻ ഫൈനലായിട്ട് ഈ ഒരു കാർട്ടന്റെ വീട്ടിൽ ചെല്ലുമല്ലോ. അപ്പോൾ ലീയെ വീടിനുള്ളിൽ കയറ്റിയിട്ട് ഇയാൾ ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഡോറിലുള്ള വിൻഡോയിൽ ഒരു റിഫ്ലക്ഷൻ ത്രൂ നമ്മൾ ഈ ഒരു ഡെവിലിനെ കാണുന്നുണ്ട്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 10ഓളം പ്രാവശ്യം ഈ ഒരു ഡെവിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് അപ്പിയർ ആയിട്ടുണ്ട്. ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. സോ ഇത്രയും കണ്ട സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, അതായത് ഓരോ പ്രാവശ്യം ഈ ഒരു ഡെവിൽ അപ്പിയർ ആകുമ്പോൾ അടുത്ത പ്രാവശ്യം അത് ക്ലോസർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലീയുടെ അടുത്തേക്ക് മാത്രമല്ല കാണുന്ന പ്രേക്ഷകന്റെ അടുത്തേക്കും ഈ ഒരു ഡെവിൽ ക്ലോസറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ക്ലോസർ ആയിട്ട് വന്നിരിക്കുന്നത് ലാസ്റ്റത്തെ ആ ഒരു കാർട്ട് ഡോർ അടയ്ക്കുന്ന സമയത്തായിരുന്നു. ഇറ്റ്സ് ലൈക്ക് അതിന്റെ കണ്ണിലൂടെ നമ്മളിത് കാണുന്ന രീതിയിൽ അതിനെ സാധൂരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പടത്തിലെ പല ഷോട്ടുകളും അടിയിൽ മുകളിലോട്ടാണ് വെച്ചേക്കുന്നത്. ഒരു ചെറിയൊരു സ്ലാൻഡിങ് ഉണ്ടാവും, ഡൗൺ ടു ടോപ്പ് എന്ന രീതിയിൽ ഓറിയന്റ് ചെയ്തിട്ടാണ് ഇതിലെ പല ഷോട്ടുകളും വെച്ചേക്കുന്നത്. നോട്ട് എൻറ്റയർലി ബട്ട് മോസ്റ്റ് ഓഫ് ദം. അതായത് ഈ ഒരു ഡൗൺ സ്റ്റേഴ്സിലുള്ള ഡെവിൽ നമ്മളെ ഇങ്ങനെ കാണുന്ന രീതിയിൽ. ആദ്യത്തെ ചോദ്യം, ഇവൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ഏജന്റിനെ കൊന്നിട്ട് ആ ഒരു കില്ലർ സ്വമേധയായിട്ട് സറണ്ടർ ആവും. ഇവളങ്ങ് കയറി ചെന്ന് സറണ്ടർ ആവും പറഞ്ഞതും സറണ്ടർ ആവുന്ന രീതിയിൽ. എന്തുകൊണ്ട് അവൻ കീഴടങ്ങി എന്ന് ചോദിക്കുകയാണെങ്കിൽ അവനും ഈ പറയുന്ന ഡെവിലിന്റെ ഒരു അടിമയാണ്, അല്ലെങ്കിൽ അവനും ആ ഒരു ഡെവിലിന്റെ കൺട്രോളിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു കേസും ഇവൻ സറണ്ടർ ആയതും കാരണമാണ് ഇവൾക്ക് പിന്നീട് ഈ ഒരു ലോങ്ലെസിന്റെ കേസ് കിട്ടുന്നത്. അപ്പൊ ഇവൾക്ക് ആ ഒരു കേസ് കിട്ടാൻ വേണ്ടി ഡെവിൽ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഇവന്റെ ഈ ഒരു കീഴടങ്ങൽ. അവനെ കൈ പൊക്കുന്ന സമയത്തും പാരലായിട്ടായിരുന്നില്ല, കുറച്ച് ഉള്ളിലേക്കാക്കി ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അവൻ കൈ പൊക്കിയത്. എഗൈൻ ആ ഒരു ഇൻവേർട്ട് ട്രയാങ്കിളും ഡെവിലിന്റെ ഒരു പ്രസൻസും. ഇവിടെ ഈ ഒരു കേസ് ഏറ്റെടുത്ത് ഇത് കൊണ്ടുപോയി നടത്തണം എന്നുള്ളത് ഡെവിലിന്റെ ആവശ്യമായിരുന്നു. സോ ഹി മേഡ് ഷുവർ എവറിത്തിങ് ഫാൾസ് ഓൺ പ്ലേസസ് വേർ ഹി വാണ്ടഡ് ടു ബി. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇവളുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി അളക്കുന്ന ഒരു ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ട്രയാങ്കിൾ ഷേപ്പ് വന്ന സമയത്ത് ഇവൾ പറഞ്ഞെന്താണെന്നറിയോ? യെസ്, ഫാദർ എന്ന്. അത് കഴിഞ്ഞ് റെക്ടാങ്കിൾ കാണിച്ചപ്പോൾ ഇവള് പറഞ്ഞത് മദർ എന്നാണ്. ഇവളുടെ അമ്മ ആ ഒരു ബൊമ്മ എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു റെക്ടാങ്കുലർ പെട്ടിക്കുള്ളിലായിരുന്നു. സോ റെക്ടാങ്കിൾ കാണിച്ചപ്പോൾ പുള്ളിക്കാത്തി മദർ എന്ന് പറഞ്ഞു. സോ നിങ്ങളൊന്ന് ആലോചിച്ചു, അതായത് ലോങ്ലെസ് ഇതിനകത്ത് ആ ഒരു ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ ഫാമിലിയിലും അച്ഛന്മാരെ പ്രതിയാക്കിയിട്ടാണ് അവൻ ചെയ്യുന്നത്. പക്ഷേ ലീഡ് അച്ഛൻ ആരാണെന്ന് ഈ ഒരു പടത്തിനകത്ത് എവിടെയും കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു മെൻഷനോ ഒരു ഫോട്ടോ പോലും ഇല്ല അവളുടെ അച്ഛൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടി. ഒരു അച്ഛനില്ലാത്ത ഒരു വീട്ടിൽ എന്തിനാണ് ലോങ്ലെസ് ടാർഗറ്റ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ക്ലിയർലി ഈ ലോങ്ലെസ് ആദ്യമായിട്ട് ഇവളുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ആ വണ്ടിക്കുള്ളിൽ ആ ഒരു പാവ ഇരിക്കുന്നുണ്ട്. ഇൻഫാക്ട് പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിലെ ഷോട്ട് എന്ന് പറയുന്ന ആ ഒരു ബൊമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ കഥ കാണുന്നത്. കാര്യം കാർ ഓടിച്ച് പോകുന്ന പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും അത് ആക്ച്വലി ആ ഒരു ഡ്രൈവറിന്റെ പെർസ്പെക്റ്റീവ് ആയിരുന്നില്ല, തൊട്ടിപ്പുറത്തിരിക്കുന്ന പാവയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്തിന് അച്ഛനില്ലാത്ത ഈ ഒരു വീട്ടിലേക്ക് ഇവൻ ടാർഗറ്റ് ചെയ്തു എന്ന് ചോദിക്കുവാണെങ്കിൽ ലോങ്ലെസ് ആദ്യമായിട്ടൊരു ഫാമിലിയെ കൊല്ലുന്നത് 1966 ലീയും ഫാമിലി മീറ്റ് ചെയ്യുന്നത് 74. ലീ അവളുടെ അമ്മയെ പറ്റി ലോങ്ലെസിനോട് ചോദിക്കുന്ന സമയത്ത് അവൾ 7ാമത്തെ സ്ത്രീയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിനു മുമ്പും 6 സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ലോങ്ലെസ് ഓപ്ഷൻസ് കൊടുത്ത് അവന്റെ കൂടെ കൂട്ടിയിട്ടുണ്ടാവണം. ലൈക്ക് തുടക്കം തൊട്ടേ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല, അവന്റെ കൂടെ എപ്പോഴും ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഒത്താൽ അടുത്ത റിക്രൂട്ട്മെന്റിന് വേണ്ടിയായിരിക്കാം ഈ സിംഗിൾ മദേഴ്സിനെ തേടി ലോങ്ലെസ് വരുന്നുണ്ടാവുക. ഇറ്റ്സ് ജസ്റ്റ് മൈ ടേക്ക്. അത് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഈ ലോങ്ലെസ് ആയിട്ട് വന്നിരിക്കുന്ന നിക്കേജ് ആണെന്ന് പുള്ളിയായിട്ട് പറയാത്ത പക്ഷെ നമുക്ക് അറിയത്ത് പോലുമില്ല. ഭയങ്കര വികൃതമായിട്ടുള്ള ഒരു പ്രത്യേക രൂപമായിരുന്നു പുള്ളിക്ക്. പക്ഷെ വിളക്കാൻ തെച്ചത് പാണ്ടായി എന്നതാണ് വാസ്തവം. പുള്ളി ഒരു മ്യൂസിക്കൽ ബാൻഡിൽ ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് സൗന്ദര്യം വേണം എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് സർജറി പോയപ്പോൾ ഇറ്റ് വെന്റ് റോങ്. അങ്ങനെയാണ് ആളെ ഈ ഇരിക്കുന്ന രൂപത്തിലായത്. ലോങ്ലെസ് എന്ന പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കാലൊക്കെ നീളമുള്ള കൂട്ടത്തിലായിരിക്കും ലിറ്ററലായിട്ട്. എന്തായാലും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷെ നല്ല
നല്ല ക്യാച്ച് ആയിട്ടുള്ള ഒരു പേരായിരുന്നു. ഈ ലോങ്ലെസ് എന്ന് പറയുന്ന വ്യക്തിയും കോബിൾ എന്ന ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് ലീയുടെ അമ്മയെ പോലെ തന്നെ അവനെയും ഈ പറയുന്ന ഡെവിൽ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കാം. ദെൻ ഹി ബിക്കംസ് ദി ലോങ്ലെഗ്സ്. അവന്റെ എൻ ഗോൾ എന്ന് പറയുന്നത് ലീയുടെ മുമ്പിലിരുന്ന് തലയിടിച്ച് മരിക്കുക. അവിടെ വെച്ചിട്ടാണ് അവൻ വിമോചിതനാവുന്നത്, അവൻ ഫ്രീ ആവുന്നത്. പടത്തിന്റെ ലാസ്റ്റ് ഇവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അതിനകത്താണ് ഏജന്റ് കാർട്ടന്റെ മകളായ റൂബിയുടെ ബർത്ത്ഡേക്ക് നീ ലേറ്റ് ആണെന്ന് പറയുന്ന കാര്യം അവളോട് പറയുന്നത്. അത് ആക്ച്വലി ഇവളുടെ അമ്മയ്ക്ക് വന്ന ഫോൺ കോൾ ആയിരുന്നു. അത് ആരായിരിക്കും എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അത് ആക്ച്വലി ഡെവിൽ ആയിരുന്നു. ഒരുപക്ഷെ അല്ലായിരിക്കാം. ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അമ്മ ഇവളെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഈവൻ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലെങ്കിൽ പോലും ഇത് ലീ തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മുടെ അമ്മ സംസാരിക്കാൻ തുടങ്ങുന്നത്. സോ ഇവളുടെ അമ്മയ്ക്കുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ ഒരു ഫോൺ കോൾ ത്രൂ ആയിരിക്കാം കൈമാറുന്നുണ്ടാവുക. ഇവളുടെ ഒരു സാധനങ്ങളും കളഞ്ഞിട്ടില്ല, സൂക്ഷിച്ച് നിന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ അനുവാദം ഇല്ലാത്ത പോലെ. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം തന്റെ മകൾ ഈ ഒരു സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കട്ടെ എന്നോർത്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം അവളുടെ മുറി തന്നെ അവൾ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വേണമെന്ന് വെച്ചാൽ ഡെവിലിനെ തടയായിരുന്നു. പക്ഷേ അയാളുടെ ആവശ്യം അത് തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നാലല്ലേ അവസാനം ഇവളുടെ കൈകൊണ്ട് തന്നെ ഇവളുടെ അമ്മ മരിക്കത്തുള്ളൂ. അതിനുവേണ്ടി ഇതിന് ഈ ഒരു പടത്തിന്റെ എൻഡിങ് എന്താണ് ആ ഒരു സീൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? അവൾക്ക് ആ ഒരു ഡോറിനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, സോ ദാറ്റ് ആ ഒരു കുട്ടി നോർമൽ ആവുന്നില്ല. ഹെയിൽ സേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഉമ്മ വയ്ക്കുന്നു. യെസ്, അതൊരു കൈൻഡ് ഓഫ് ഓപ്പൺ എൻഡിങ് ആണ്. പക്ഷേ ഇനി അടുത്ത ലോങ്ലെസ് ആയിട്ട് ലീ മാറുന്നു എന്ന് പറയുന്ന കഥയൊന്നും ഇല്ല അവിടെ. ലീ എവിടെ വെച്ച് അവളുടെ അമ്മയെ അവൾ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു, അതായിരുന്നു എൻഡിങ്. അല്ലെങ്കിൽ ഡെവിലിന് വേണ്ടത് അത് മാത്രമായിരുന്നു. തുടക്കം തൊട്ടേ ഈ ഒരു പോയിന്റ് എത്താൻ വേണ്ടിയാണ് ഡെവിൽ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത്. ലീ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അത്രയും മാനസികമായിട്ട് ചൂഷണം ചെയ്യുന്നത് എൻജോയ് ചെയ്യുമായിരുന്നു ഡെവിൽ. അപ്പോൾ അത് അതോടെ തീർന്നു. ബ്ലീച്ചിനകത്ത് ഐസൺ ഉള്ള പോലെയാണ്. അതായത് എല്ലാം എൻ്റെ പ്ലാനിലാണ് പോകുന്നത് എന്നാണ് ഇതിനകത്ത് ഡെവിൽ ഉള്ളത്. എൻ്റെ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇതാണ് ആപ്റ്റായിട്ട് തോന്നിയത്. പലരും ഇതിന് സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് സബ്സ്റ്റൻസ് ഉണ്ട്, നമ്മൾ സ്റ്റൈൽ കൂടുതൽ കാരണം അതിൽ നോക്കാതെ പോകുന്ന പോലെ എനിക്ക് തോന്നി. വൺ ഡീറ്റെയിലിങ് ഇവർ ഈ ഒരു പടത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പറയാനിരുന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഇത് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ആയി. ഏതാണ്ട് ഒരു മാസത്തോളമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഓണത്തിന് മുമ്പ് മാവേലി വന്നു എന്ന് പറയുന്ന കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക. നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി വല്ല കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ സ്ട്രൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു മേർച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ട് ജസ്റ്റ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എന്ന രീതിയിലല്ല. കുറേ നാളായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു ഈ ഒരു സ്ട്രൈറ്റ്സ്. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് ഫസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ബെർസേർക്ക് ടീഷർട്ടാണ്. സ്ട്രഗ്ലേഴ്സിന് വേണ്ടി സ്ട്രഗ്ലേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു കിഡ്ലൻ ഡിസൈനും നല്ല ക്വാളിറ്റിയുള്ള ഒരു ടീഷർട്ട് ആയിരിക്കും ഇത്. ഡിസൈനും പ്രിന്റിന്റെയും മെറ്റീരിയലിന്റെയും ക്വാളിറ്റിയിൽ എനിക്ക് നല്ല ഉറപ്പ് പറയാൻ പറ്റും. കാരണം കുറേ മാസം അലഞ്ഞിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു DTF സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി അല്ല ഇതിനകത്ത്. ഇതിൽ പ്രോപ്പർ ഇങ്ക് യൂസ് ചെയ്ത് സ്ക്രീൻ പ്രിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ടീഷർട്ടിന്റെ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ ഫീൽ ചെയ്യാൻ പറ്റും, ഒരു പ്ലാസ്റ്റിക് പോലെ. അതൊരിക്കലും ഈ ടീഷർട്ടിൽ ഉണ്ടാവില്ല. പോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ ആ ഒരു ബ്രാൻഡ് ഓഫ് സാക്രിഫൈസ് ഒക്കെ പഫും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഘോരമായിട്ട് പറയുന്നതിനേക്കാളും വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാലോ നമ്മുടെ ഇൻസ്റ്റാ പേജ് നോക്കിയാലോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വ്യത്യസ്ത സിനിമയായിട്ട് കാണുന്നവരെ